എന്റെ സഖിയന്മാരിലണയും ഈ ഇന്നത്തെ ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ബോഡി ഷേമിങ് എന്നുള്ളൊരു വാക്ക് മനസ്സിലാക്കുന്നു. അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇന്ന് കുറേ പേർക്ക് അറിയാം. അതേ ഉള്ളൊരു ഗുണം. ഞാനാ 16 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? അങ്ങനെ അത് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നോക്കി അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് റൈറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ചും ടിക്ടോക്ക് ഉള്ള സമയത്ത് ടിക്ടോക്കിലൂടെ നമ്മൾ നെഞ്ചിലേറ്റ് ഏതാണ്ട് 15 ലക്ഷത്തോളം കാഴ്ചക്കാരുണ്ടായിരുന്ന ഒരു പ്രമുഖ താരം. അതേ മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന വെങ്കടേഷ്, സൗഭാഗ്യ വെങ്കടേഷ്. നമുക്കറിയാം സൗഭാഗ്യ വെങ്കടേഷിന് എനിക്ക് പ്രത്യേക താല്പര്യം. ഓളുടെ ടിക്ടോക്ക് സമയത്തുള്ള ഓളുടെ ആ ഡബ്മാഷൊക്കെ ആർക്കും മറക്കാൻ കഴിയാത്ത രീതിയിൽ. ഒരുപക്ഷെ ആദ്യം തന്നെ ഈ ഒരു ഡബ്മാഷ് എന്ന് പറയുന്ന ഈ സംഭവം ഇത്രയും അധികം തരംഗമുണ്ടാക്കിയ ഒരു പ്രമുഖ താരം തന്നെയായിരുന്നു നമ്മുടെ സൗഭാഗ്യ വെങ്കടേഷ്. അന്ന് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ സൗഭാഗ്യക്ക് ചില റോളുകളൊക്കെ സിനിമയിൽ കിട്ടിയേക്കാം, വലിയൊരു നടിയായി തീർന്നേക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമാ മേഖലയിലുള്ള കള്ളഹിമാറുകൾ, ഹമുക്കുകൾ ഓൾക്ക് ഒരു റോളും കൊടുത്തില്ല. ഒന്നുമില്ലെങ്കിൽ സൈഡ് റോൾ എങ്കിലും ഓൾക്ക് കൊടുക്കാമായിരുന്നു. അഭിനയശേഷിയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. ഇനി കൊടുക്കുമെന്ന് വെച്ചാൽ അറിയില്ല. എനിവേ അത്തരത്തിലൊന്നും ഓൾക്ക് കിട്ടിയില്ല. അതിനുശേഷം ഓള് ടിക്ടോക്കിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലേക്കും പോയി. ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, അത്തരത്തിലുള്ള മേഖലയിൽ വലിയ രീതിയിൽ ഫാമിലി ബ്ലോഗും കാര്യങ്ങളുമായിട്ടൊക്കെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഇതുപോലെ പ്രൊമോഷൻ കൊളാബുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള ബോഡി ഷേമിങ്, അതായത് നർത്തകിയായ ഓള് വല്ലാണ്ട് തടിച്ചു പോയപ്പോൾ രീതിയിലുള്ള ബോഡി ഷേമിങ് നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് ചില കടുത്ത തീരുമാനങ്ങൾ, അതായത് ഒരിക്കലും താൻ തടി കുറയ്ക്കില്ല എന്ന് പറഞ്ഞ ഓള് തന്നെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഓള് തടി കുറച്ച്. എന്നാൽ തടി കുറിച്ച ഓളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതുപോലൊരവസ്ഥ സമീപകാലത്ത് ഒരു താരത്തിനും ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്ന വീഡിയോ ആദ്യം കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഓള് പോസ്റ്റ് ചെയ്ത്, അതായത് സാരി എങ്ങനെ ഉടുക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയുടെ യൂട്യൂബിൽ വന്ന ഒരു വേർഷൻ. അതായത് ഓള സാരി ഉടുക്കുന്ന കോച്ചിങ് കണ്ട പ്രിയ പ്രേക്ഷകർ, ഓള നെഞ്ചിലേറ്റിയ പ്രേക്ഷകർ തെറിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. ഇപ്പോൾ ഹസ്ബൻഡിനെ കാണിക്കുന്നത് നാട്ടുകാരെ കാണിക്കുന്ന അവസ്ഥയായിപ്പോയി. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അതെ, ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ അത് പോയി. വല്ലാത്ത കഷ്ടം തന്നെ. വണ്ണം കുറച്ചത് നാട്ടുകാർക്ക് വലിയ തലവേദനയായി. ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി. അതീവ സുന്ദരി എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള പെടാപ്പാടുകൾ. ഈ പരിപാടിയും തുടങ്ങിയോ? ഉള്ള വില കൂടി പോയി കിട്ടി. സാരി ഉടുക്കലെല്ലാം ഒരു സ്വകാര്യതയായി കാണുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. നല്ലൊരു ഫാമിലി ആയിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ? എല്ലാം തുറന്ന് കാണിക്കാനുള്ള ആ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത്. എന്തൊക്കെ കാണണം ദൈവമേ, ഇനിയും കാലം തെറ്റിയ കോലം എന്ന് ഇതിനെയൊക്കെയാണോ പറയുന്നത്? നല്ലത് പറയിപ്പിച്ച അതേ വാഗുകൊണ്ട് തന്നെ മോശം പറയിപ്പിച്ചു. അടിപൊളി. വാതിലടച്ച ആരും കാണാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. തടി കുറയ്ക്കാൻ ചിലവായ പൈസ തിരിച്ചു പിടിക്കാൻ കഷ്ടപ്പാടായി കണ്ടാൽ മതി. താഴെ അങ്ങോട്ട് വരുന്ന കമന്റുകൾ ഏറ്റവും മോശമായ വൃത്തിഹീനമായ കമന്റുകളാണ്. എന്നാൽ ഇതേ വീഡിയോ ഓൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിന്റെ ഒറിജിനൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം. ഈ സാരി എനിക്ക് കണ്ടപ്പോ തന്നെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെയായിരുന്നു കേട്ടോ. സ്ട്രെയിറ്റ് ടു ഹാർട്ട്. പിന്നെ ഏത് സാരിക്കും ഏറ്റവും കിടിലമായിട്ട് എനിക്ക് ബ്ലൗസ് ചെയ്തു തരാൻ ഉമ്മച്ചേച്ചിയും മുഹി പൊട്ടിക്കും എന്റെ കൂടെ ഉള്ളത്തോളം ഞാൻ കണ്ണുപൂട്ടിയാണ് കേട്ടോ സാരി എടുക്കുന്നത്. കാരണം നല്ല ബ്ലൗസ് ഇല്ലെങ്കിൽ ഒരു സാരി എന്തിനു കൊള്ളാം അല്ലേ?
അങ്ങനെ പതുപോലെ ഉമ്മച്ചേച്ചിക്ക് ഞാൻ കൊടുത്ത ഒരു ഒന്നാന്തരം മൊണ്ടിയായിരുന്നു നാളെ രാവിലെ 11 മണിക്ക് ഒരു ഫംഗ്ഷന് പോകാൻ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന് തലേ ദിവസം പറയുന്നത്. പക്ഷെ എപ്പോഴത്തേം പോലും ചിരിച്ചുകൊണ്ട് ഉമ്മച്ചേച്ചി രാത്രി ഒരു മണി വരെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ ബൂട്ടീക്കില്. അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ കാണാൻ ചെല്ലുമ്പോഴും ആ അർദ്ധരാത്രിയും ആള് ചിരിച്ചുകൊണ്ട് എത്ര കൈൻഡ് ആൻഡ് ഹാപ്പിനെസ്സോട് കൂടിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതെന്ന് കണ്ടില്ലേ. ആൻഡ് ഷീ ഈസ് സോ പ്രൗഡ് ഓഫ് വാട്ട് ഷീ ക്രിയേറ്റഡ് കേട്ടോ. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആൻഡ് യെറ്റ് സോ അണ്ടർ റേറ്റഡ് ഞാൻ പറയും ഈ ട്രിവാൻഡ്രത്ത്. ആൻഡ് ഷീ ഡിസേർവ്സ് മച്ച് മോർ അറ്റൻഷൻ. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് ദ ഫൈനൽ ഔട്ട് ഗൈസ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. ഇത് ആരെങ്കിലും പറയോ ഇതൊരു 1 hour എടുത്തിട്ടാണ് ഉമ്മച്ചേച്ചി ചെയ്തേക്കുന്നതെന്നുള്ളത്? ഐ റിയലി അപ്രീഷിയേറ്റ് ഹർ ടാലന്റ് കേട്ടോ. ഐ ഡോണ്ട് നോ വൈ ഷീ ഡിഡ്ന്റ് ഗെറ്റ് മച്ച് അറ്റൻഷൻ. ഈ ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ നല്ല ബൊട്ടീക്സും സ്റ്റിച്ചിങ് സെന്റേഴ്സ് ഒക്കെ എപ്പോഴും തപ്പി നടക്കുന്നത് കാണാം. ആൻഡ് ഐ റിയലി ഡോണ്ട് നോ വൈ ഷീ ഡിഡ്ന്റ് ഗെറ്റ് നോട്ടിസ്ഡ് ഓൾ ദ വൈൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിട്ട് ട്രിവാൻഡ്രത്ത് ഒട്ടുമിക്ക എല്ലാ ഓർഡേഴ്സും എടുത്ത് നടത്താൻ മാത്രം ടാലന്റ് ഉള്ള ഒരാളാണ് ഉമ്മച്ചേച്ചി. ഇത്രയും ദിവസത്തിനകത്ത് എന്നൊക്കെ ഞാൻ ഉമ്മച്ചേച്ചി ഡിസൈൻ ചെയ്ത ഒരു ഔട്ട്ഫിറ്റിൽ ഞാൻ പുറത്തു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്കിങ്ങനെ കുറെ കോംപ്ലിമെന്റ്സ് ആണ് കേട്ടോ. ആൻഡ് ആൾക്കാർക്ക് പറഞ്ഞും മതിയാവില്ല, എനിക്കും എന്നെ കണ്ടും മതിയാവില്ല, എനിക്ക് എന്നെ അഡോർ ചെയ്ത് മതിയാവാത്ത ആ ലെവലിലാണ് ഉമ്മച്ചേച്ചി എനിക്ക് ഔട്ട്ഫിറ്റ്സ് ഡിസൈൻ ചെയ്ത് തരാറുള്ളത്. സോ ഇതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് വെൻ യു get to adore yourself or love yourself in an outfit. അതങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ആൻഡ് യു നീഡ് എ പെർഫെക്റ്റ് ഡിസൈനർ ഫോർ ദാറ്റ്. ആൻഡ് ഐ ഫൗണ്ട് മൈൻ. നിങ്ങൾക്ക് എന്റെ ആളെ ഷെയർ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഹർ വിത്ത് യു ഓൾ ടു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യണം, നല്ല ഔട്ട്ഫിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മുഖി ബുട്ടീക്ക് ഫോർ യുവർ കസ്റ്റം ഔട്ട്ഫിറ്റ്സ്. ഏറ്റവും കിടിലമായിട്ട് എനിക്ക് ബ്ലൗസ് ചെയ്തു തരാൻ ഉമ്മച്ചേച്ചിയും മുഖി പൊട്ടിക്കും എന്റെ കൂടെ ഉള്ളത്തോളം ഞാൻ കണ്ണുപൂട്ടിയാണ് കേട്ടോ സാരി എടുക്കുന്നത്. കാരണം നല്ല ബ്ലൗസ് ഇല്ലെങ്കിൽ ഒരു സാരി എന്തിനു കൊള്ളാം അല്ലേ? അങ്ങനെ പതുപോലെ ഉമ്മച്ചേച്ചിക്ക് ഞാൻ കൊടുത്ത ഒരു ഒന്നാന്തരം മൊണ്ടിയായിരുന്നു നാളെ രാവിലെ 11 മണിക്ക് ഒരു ഫംഗ്ഷന് പോകാൻ എനിക്ക് ബ്ലൗസ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒറിജിനൽ വീഡിയോ. ആ ഒരു വീഡിയോയുടെ താഴെ എല്ലാം പോസിറ്റീവ് കമന്റുകളാണ്. ഒരാളും മോളെ അവഹേളിക്കുന്നില്ല. ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ഒരുപക്ഷെ ഫിൽട്ടർ ചെയ്തിട്ടാണോ ഇൻസ്റ്റാഗ്രാം, ഒരേ മൊബൈലിലാണ് ഈ രണ്ട് സംഭവം. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ഹലാക്കിലെ സാധനങ്ങളെല്ലാം ഒരേ മൊബൈലാണെങ്കിൽ പോലും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ, അതായത് യൂട്യൂബിൽ മോശം കമന്റ് അടിക്കുന്ന ഒരു പകയൻ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ ഓൻ നല്ലവനായി ഓൻ ഒരു പുരോഗമനവാദിയാവുന്നു, ഓൻ അല്ലെങ്കിൽ ഓള് അത്തരത്തിൽ മാറുന്നു. അതായത് പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള കമന്റുകളാണ് ഈ ഹമക്കുകൾ അടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഓള് അവിടെ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു സംഭവം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റുള്ള കണ്ടന്റുകളെല്ലാം ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഏതാണ്ട് ആ കണ്ടന്റുകളുടെ വിള കണഞ്ഞ മട്ടാണ് പുതിയൊരു ട്രെൻഡായി മാറുന്നു. ഹിന്ദിയിലൊക്കെ ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ 2 ക്ലിപ്പിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പൂർണ്ണമായിട്ടത് കാണിക്കാൻ പറ്റത്തില്ല. വരട്ടെ. ഒരു പ്രമുഖ ബ്ലോഗർ തന്നെയാണ്. കണ്ടാൽ അറയ്ക്കുന്ന കാഴ്ചകളാണ് ഓളുടെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് കാണാൻ കഴിയുക. എല്ലാ ദിവസവും ഓള് വസ്ത്രം മാറി ജോലിക്ക് പോകുന്നത്. അതായത് 2 പീസ് തൊട്ട് തുടങ്ങിയാണ്. ഷഡ്ഡിയും ബ്രായും ഇട്ട് ഓള് ഡ്രസ്സ് ചെയ്യുന്ന, ഇത് ഞാൻ മുഴുവൻ കാണിച്ചിട്ടില്ല, അന്നേരം തൊട്ട് തുടങ്ങുകയാണ്. അത്തരത്തിൽ ഡെയിലി ബ്ലോഗ് ചെയ്യുന്ന ഒരു വനിത. അതൊരു ട്രെൻഡായി മാറി. അതായത് വസ്ത്രധാരണം, താൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നതെന്ന്, നേരത്തെ വസ്ത്രങ്ങളാണ് പരിചയപ്പെടുത്തിയതെങ്കിൽ എങ്ങനെയാണ് താൻ അത് ധരിക്കുന്നത് എന്ന് കൂടി ജനങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒരു മലയാളിയായ ബ്ലോഗർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പെൺകുട്ടി, പേരെനിക്കറിയില്ല, ഓള് കുളിക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, തടിച്ചൊരു കുട്ടി. അതായത് ഓള് കുളിക്കുന്ന തൊട്ടുള്ള വ്ളോഗ്, രാവിലെ കുളിച്ചിട്ട് ഓൾ എന്തൊക്കെയാണ് ധരിക്കുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ഇനിയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു വ്ളോഗ്. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ ടോയ്ലറ്റ് സീനൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അത്തരം സാധനങ്ങൾ ഒരുപക്ഷെ വൈഡ് ക്യാമറയൊക്കെ വെച്ചിട്ട് വൈഡ് ആംഗിളിൽ സൂം ചെയ്തൊക്കെ അതൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ആ ഒരു ലെവലിലേക്ക് ഫാമിലി വ്ളോഗേഴ്സ് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ സൗഭാഗ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് സൗഭാഗ്യ കിട്ടിയിരിക്കുന്നത്. സൗഭാഗ്യയെ സംബന്ധിച്ച് കടുത്ത രീതിയിലുള്ള ബോഡി ഷേമിംഗ് ആയിരുന്നു ഓൾക്കുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഓള് തന്നെ പറയുന്നുണ്ട്. അത് വരട്ടെ. ഇന്നത്തെ ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ബോഡി ഷേമിംഗ് എന്നുള്ള വാക്ക് മനസ്സിലാക്കുന്നു. അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇന്ന് കുറേ പേർക്ക് അറിയാം. അതേ ഉള്ളൊരു ഗുണം. ഇതൊക്കെ എക്കാലത്ത് നടക്കുന്നുണ്ട്. ഇന്ന് കുറെ കൂടി റിയലൈസ് ചെയ്യുന്നു. കുറേ പേരെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിക്കുന്നു. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. പോസിറ്റീവ് സൈഡ് നോക്കിയാൽ മതി. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ബോഡി ഷേമിങ് ചെയ്യുന്നു. കുറേ പേർക്ക് അത് തെറ്റാണെന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നുണ്ടല്ലോ.
അതേ ഉള്ളൂ. സൗഭാഗ്യയുടെ ശരീരത്തെ ശരിക്കും ഭയങ്കര നെഗറ്റീവായിട്ടാണ് മരേൻ്റെ അത് മൊത്തം ചിത്രം. നല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിഷമം ചില സമയത്ത് വിഷമം വരും, ചില സമയത്ത് ദേഷ്യം വരും. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുക്കും. കേസിൻ്റെ ഒന്നുമല്ല, അത് ചിലത് നമ്മളിപ്പം ഇതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറവന്മാർ ഞരമ്പുകൾ ഇതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് തനിക്ക് വന്ന കടുത്ത ബോഡി ഷേമിങ്ങിനെ തുടർന്ന് ഓളൊരു തീരുമാനമെടുത്തുകയാണ്. എങ്ങനെയും തടി കുറയ്ക്കുക. തടി കുറയ്ക്കാൻ വേണ്ടി ഓള് ചെയ്യാത്ത പണികളില്ല. ഓളുടെ ബ്ലോഗ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഒന്നാലോചിച്ചൊക്കെ ഏറെ ഞെട്ടുളവാക്കുന്ന വീഡിയോ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ താരച്ചേച്ചി ഓൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ, തടി കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ, അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും പരീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഒരമ്മയും നടന്നിട്ടില്ലാത്ത ചില വഴികളിലൂടെ ഭ്രാന്തമായ രീതിയിൽ താരച്ചേച്ചി അലഞ്ഞതിന് ശേഷം എന്താണ് ചേച്ചി ചെയ്തത്? ഇതൊക്കെ വെച്ചാ മണിക്കുട്ടി ചാടി കഴിക്കണം. ഇന്നലെ വൈകിട്ടൊക്കെ സെല്ലിയോട് കൂടി എല്ലാം അതൊരു അടിപൊളിയായിട്ട് എടുത്തോണ്ടിരിക്കും. പക്ഷെ കുഴപ്പമില്ല, രാത്രി പോയപ്പോ പിന്നെ എന്തിനു പേടിക്കുന്നു? നിനക്ക് എന്തുവാണ് വേണ്ടാത്ത തിന്നാൻ? മണിക്കോട്ട് ഓളൊരു നർത്തകിയാണ്. ഓളുടെ തടി കുറയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയ താരച്ചേച്ചി പിടിപ്പത് ജോലി, അതായത് 10 ആൾ ചെയ്യുന്ന ജോലി ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പശു, കോഴി, ആട്, എരുമ, ഒരു ജല്ലിക്കെട്ട്, കാള, അത്യാദി സംഭവങ്ങളൊക്കെ അവിടെ മേടിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ജോലികളെല്ലാം ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഈ ജോലികളൊക്കെ ചെയ്തിട്ടും ഓക്കൊരു തുള്ളി പോലും തടി കുറഞ്ഞില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതിനെ തുടർന്ന് ഓളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും തടി കുറയുന്നില്ല, ഇനി ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ മാത്രമാണ് മാർഗമെന്ന് മനസ്സിലാക്കി ഇഞ്ചക്ഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓളും ആ ഒരു പഹയനും എടുത്തെന്നാണ് തോന്നുന്നത്. ഓൾ ആ സംഭവത്തിൽ വലിയ രീതിയിൽ വിജയിച്ചു. 16 കിലോ ഓൾ അങ്ങനെ കുറച്ചു. ഞാനാ 16 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? അങ്ങനെ അത് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നോക്കി അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് റൈറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ്, ഡയറ്റ്, വർക്കൗട്ട് എല്ലാം കൂടി. തന്റെ സബ്സ്ക്രിപ്ഷനിൽ ആളുകൾ വരണമെങ്കിൽ ഈ രീതിയിൽ താൻ ഒരു തടിച്ച ചീമപ്പോത്തിനെ പോലെ ഇരുന്നാൽ ശരിയാവില്ല. അത്തരത്തിലുള്ളൊരു ശരീര അഴക് തനക്ക് വേണമെന്ന് മനസ്സിലാക്കിയ ഓള് വളരെ കഷ്ടപ്പെട്ട് തടി കുറച്ചതിന് ശേഷം ഒരു മോഡലായി മാറുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു മോഡലിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എടുക്കാം. ഇത് വലിയ വൾഗറല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ഇവരുടെയൊക്കെ ഫാമിലി വ്ലോഗ് നെഞ്ചിലേറ്റിയ അമ്മമാരും ഒരു 35 എബോ ഉള്ള അല്ലെങ്കിൽ 40 എബോ ഉള്ള സ്ത്രീകൾ ഇത് ദഹിച്ച മട്ടില്ല. കനത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. സൗഭാഗ്യ എന്ന് പറയുന്ന നമ്മൾ നെജിലേറ്റ് ഈ ഒരു കുട്ടി ഈ രീതിയിൽ അതപ്പതിച്ചത് ഏറെ ദുഃഖകരമായ അവസ്ഥ എന്നാണ് അവർ പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി ഈ രീതിയിൽ തുണി ബഹിഷ്കരിച്ചുള്ള കലാപരിപാടികൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഓളുടേത് സാരി ട്യൂട്ടോറിയൽ ആണെന്ന് ഓള് പറയുമ്പോഴും അമ്മമാർ, ഭൂരിപക്ഷം വരുന്ന ഓളം നെഞ്ചിലേറ്റിയ അമ്മമാർ അത് എഗ്രി ചെയ്യാൻ തയ്യാറല്ല. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതായത് തടി കുറച്ചത് വലിയ രീതിയിലുള്ള ഒരു പാരയാവുന്നു. തടി ഉള്ളപ്പോൾ വലിയ രീതിയിലുള്ള ബോഡി ഷെയിം, തടി കുറച്ചിട്ടും കനത്ത രീതിയിലുള്ള തിരിച്ചടി നേരിടുന്ന ആദ്യ താരമായി സൗഭാഗ്യ വെങ്കടേഷ് മാറുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.